അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ ചോദിച്ച നമ്മളെ വൈറൽ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ പാലപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ സാധാരണ പച്ചരിയാണ് കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, പിന്നെ പുട്ടും അതേപോലെ ദോശയും അപ്പൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സാധാ പച്ചരിയാണ് കേട്ടോ. പിന്നെ ഇത് നല്ലോണം കഴുകിയെടുത്തു. ഇതൊരു 4-5 പ്രാവശ്യം കഴുകിയെടുത്താലുള്ളൂ കേട്ടോ നല്ല നിറം കിട്ടുക. റേഷൻ കടയിലത്തെ പച്ചരി ആയതുകൊണ്ട് ചില പച്ചരിക്ക് നല്ല നിറം ഉണ്ടാവും, ചില പച്ചരിക്ക് അത്ര നിറം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഈസ്റ്റ് ചില ആൾക്കാർക്കൊന്നും ഈസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ല, ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇവിടുത്തെ മക്കൾക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ചേർക്കാഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയുക, പാലപ്പം നല്ല രീതിയിൽ വരില്ല കേട്ടോ. നല്ല ഹോൾസ് ആയിട്ടുള്ള പാലപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറും തേങ്ങയും ഈസ്റ്റും ഒക്കെ കൂടെ അരിയും ഒക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈസ്റ്റ് നല്ല ഫ്രഷ് ആയ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ തന്നെ അപ്പം നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ. പിന്നെ ഈസ്റ്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൂപ്പൽ വരും. അപ്പോൾ എല്ലാം കൂടെ അതേപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരി കുതിർത്തിയെടുക്കാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തു, പിന്നെ 3/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു, പിന്നെ 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരി ഇതേപോലെ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഏറി പോവരുത് കേട്ടോ. നമ്മൾ ഇനി ഇതിപ്പോൾ കഴുകിയെടുക്കുകയൊന്നുമില്ല. പിന്നെ രാവിലെ നമ്മൾ ഇതേപോലെ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാലപ്പത്തേക്ക് വെള്ളം കൂടും. ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അരി ശരിക്കും പൊതിരില്ല. അപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ അരി മുങ്ങിക്കിടക്കണ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ രാത്രിയിലാണ് കേട്ടോ അരി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇനി രാവിലെയാണ് ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ രാവിലെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട്, ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇതിങ്ങനെ ഇപ്പം തന്നെ നൊരഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ സമയം ഒരു 5:45 ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5:30 ആയപ്പോഴാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു 5:30 ആയപ്പോഴാണ് മാവ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമാക്കിയിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വലിയ ജാറാണ് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ ഒന്നിലിട്ടിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. 2 കപ്പ് അരി അരച്ചെടുക്കാൻ പാകമാണ് കേട്ടോ ഈ ഒരു ജാറ്. കാണുമ്പോൾ കുറച്ച് നല്ലോണം നിറഞ്ഞുണ്ടാവും, പക്ഷേ അടപ്പ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് വരുമൊന്നുമില്ല. ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കൽ. ചില ജാറിന്ന് ഇങ്ങനെ നമ്മൾ അരക്കണ സമയത്ത് ഇങ്ങനെ ഒലിച്ച് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, 2 പ്രാവശ്യമാക്കിയിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1 പ്രാവശ്യമാക്കിയിട്ടിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് ലൂസായി പോവരുത്. നമ്മൾ സാധാരണ ദോശമാവിനെക്കാട്ടിലും കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവ് വേണമെന്നൊന്നുമില്ല. ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പാലപ്പം ചൂടുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ, അപ്പം ചൂടുന്ന സമയത്താണ് ചേർക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലൊരു ചെമ്പ് ഇതേപോലെ ഇങ്ങനെ കമിഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് മാവ് നിറഞ്ഞ് പൊങ്ങി വരാനാണ് കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പല്ലേ, അപ്പോൾ പിന്നെ മാവ് ശരിക്കും പൊങ്ങി വന്നില്ലെങ്കിലോ എന്നൊരു പേടിയാണ് കേട്ടോ ചില സമയത്ത്. ഈ തണുപ്പാകുമ്പോൾ മാവ് പൊങ്ങി വരാൻ കുറച്ച് ഗതികേടേക്കാരം. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഇതിലേക്കൊരു എഗ്ഗ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതേപോലെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, പിന്നെ എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റീലിൻ്റെ കടായിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലപ്പം എഗ്ഗ് കറിയും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ പാലപ്പത്തേക്ക് എഗ്ഗ് കറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ.
അപ്പോൾ നമ്മളെ കടായിയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് കറിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് പിന്നെ നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിനത്, അത് നൈസായിട്ട് അരിഞ്ഞെടുത്തതേനും അതുമായിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. ഇനി സവാള നല്ല രീതിയിലൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഗ്ഗ് കറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചതല്ല കേട്ടോ. പിന്നെ എന്താ അറിയോ, നമ്മളെ പാലപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയം വെറുതെ നിൽക്കണ്ടല്ലോ, എന്തായാലും എനിക്ക് കറി ഉണ്ടാക്കും വേണം. അപ്പോൾ കറി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ സവാളയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി നല്ല രീതിയിൽ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ വേറെ പണിയുണ്ട് കേട്ടോ. അത് ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടേനും അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ലേനും പിന്നെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. അതേപോലെ ഞാനിതിങ്ങനെ 2 പീസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ ഇത് 4 ഉള്ളൂ കേട്ടോ ആകെ. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും ഓരോ കഷ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ 2 പീസാക്കണം. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. തേങ്ങയ്ക്ക് ഞാൻ ചിരകി വെച്ചിരിക്കണം കേട്ടോ, അരച്ചെടുത്താൽ മതി ഇനി. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചു. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ വെന്തിക്കണോ നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, എരിവ് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ പച്ചമുളകും ചേർത്തിക്കണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചപ്പം അതിൻ്റെ കൂട്ടത്തിലും പച്ചമുളക് ചതച്ചതുണ്ടേനി. അപ്പോൾ എരിവ് കൂടി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുരുമുളക് പൊടി ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളണ്ടി. അതേപോലെ തന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം മസാല ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറെ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എരിവൊക്കെ കൂടിപ്പോവും. അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി, തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവേനും, അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കാറ്ററിംഗ് വീഡിയോ അല്ല ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാണ് നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ. പിന്നെ അനുഷ ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്ന് നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. നിങ്ങളെ കമൻറ്റും ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം പിന്നെ അധികം ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ലേനും. അപ്പോൾ നിങ്ങളെ പിന്നെ വീഡിയോ കണ്ടിട്ട് ഞാൻ കുറച്ചധികം ആൾക്കാർ 18 ആൾക്കാർക്ക് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു ധൈര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പം വേറെ എല്ലാ ആൾക്കാർക്കും അതേപോലെ ചെയ്യാനുള്ളൊരു ആഗ്രഹം തോന്നുന്നുണ്ടല്ലോ, അതിൻ്റെ വലിയ ഭാഗ്യമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വെറുതെ തോന്നുകയാണ് നമുക്ക് അങ്ങനെ കുറച്ച് അധികം ആൾക്കാർക്കൊന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ കഴിയൂല എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. നമുക്ക് എല്ലാത്തിനും കഴിയും, പക്ഷെ നമുക്ക് മടിയാണ് ചിലപ്പോൾ, അല്ലെങ്കിൽ ധൈര്യക്കുറവ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മളെ വീട്ടിലുള്ളവർക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കുക ഫുഡൊക്കെ, പിന്നെ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ കിട്ടുമല്ലോ, കുറച്ചധികം ആൾക്കാർക്കൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ തോന്നുമല്ലോ. അപ്പം നമുക്ക് പുറത്തുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വരുമാന മാർഗ്ഗമൊക്കെ ആക്കി അങ്ങനെ കൊണ്ടുപോവാം. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കറി ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ നമ്മളെ പാലപ്പത്തിൻ്റെ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാലപ്പത്തിൻ്റെ മാവൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ, പൊങ്ങി വന്നിക്കണോ ഇല്ലേ ഒന്നും അറിയില്ല. നമുക്കൊരു ടെൻഷൻ ആയിക്കാറില്ലേ മാവ് പൊങ്ങിക്കണോ പൊങ്ങിയിട്ടില്ലേ എന്നൊക്കെ. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാവ് നല്ല രീതിയിൽ നൊരഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഒലിച്ച് വന്നിട്ടൊന്നുമില്ല, അത്യാവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവ്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ പാലപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പാലപ്പം ചുടുന്ന സമയത്ത് കുറച്ച് നേരം ചട്ടിയിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൊരിഞ്ഞ പാലപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല.
ചട്ടി ചൂടായപ്പം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്ത മാവ് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ചെറിയ പാലപ്പമായിട്ടാണ് കേട്ടോ കിട്ടിയത്. പാലപ്പം വെള്ളപ്പം എന്നൊക്കെ പറയില്ലേ, ഞാൻ അധികം പാലപ്പം എന്നാണ് കേട്ടോ പറയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പാലപ്പം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പാലപ്പത്തിൻ്റെ ചട്ടി നമ്മളൊരു സബ്സ്ക്രൈബർ എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതേനി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയും. അപ്പോൾ കുറേ പുതിയ കൂട്ടുകാർ വന്നിക്കണല്ലോ, അപ്പോൾ ഒരിക്കൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. പിന്നെ നമ്മളെ ശകുന്തള ചേച്ചി അയച്ചു തന്നതേനി കേട്ടോ ഈ ഒരു ചട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ചട്ടിയിൽ പാലപ്പം ചുടുമ്പം. എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടത്. അപ്പോൾ ഞാൻ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എനിക്ക് നമ്മളെ ശകുന്തള ചേച്ചീൻ്റെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മളെ ശകുന്തള ചേച്ചിക്ക് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ചുട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ പാലപ്പൊക്കെ ഇതാ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. നല്ല പൂ പോലത്തെ പാലപ്പം എന്നൊക്കെ പറയില്ലേ, പാലപ്പം വെള്ളപ്പം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതാ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. നമ്മൾ ചില സമയത്ത് പിന്നെ അരിയൊക്കെ നേരത്തെ വെള്ളത്തിലിടാനും മറക്കണ സമയത്ത് നമുക്ക് രാത്രിയിൽ ഇതേപോലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് രാവിലെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് ഈസ്റ്റേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഈസ്റ്റിൻ്റെ സ്മെല്ല് അങ്ങനെ മുന്നിട്ട് നിൽക്കണമൊന്നുമില്ല കേട്ടോ. ചില പാലപ്പൊക്കെ നമ്മൾ തിന്നണ സമയത്ത് ആ ഈസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ മൂക്കൊക്കെ കുത്തൂലേ, എനിക്കും വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആ ഒരു ഈസ്റ്റിൻ്റെ സ്മെല്ല്, കുട്ടികൾക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ, എന്നാലും നമ്മളെ പാലപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ പാലപ്പത്തിൻ്റെ റെസിപ്പിയും എഗ് കറിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.